ഡിസംബർ മാസം കേരളത്തിൻ്റെ തലസ്ഥാനം വെറുമൊരു നഗരമല്ല, ഒരു സിനിമാ സംവാദ കേന്ദ്രമായി മാറുകയായിരുന്നു. 80-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 200-ലധികം സിനിമകൾ 6 തിയേറ്ററുകളിലായി ആയിരക്കണക്കിന് സിനിമാ പ്രേമികൾക്ക് മുന്നിൽ ലോകത്തിൻ്റെ രാഷ്ട്രീയം, മനുഷ്യൻ, പ്രതിരോധം, സ്വപ്നങ്ങൾ എല്ലാം തന്നെ വെള്ളിത്തിരയിലെത്തിച്ചു. 30-ാം പതിപ്പിൻ്റെ പ്രത്യേകത ക്ലാസിക് സിനിമകളും സമകാലിക പരീക്ഷണങ്ങളും ഒരേ വേദിയിൽ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന പ്രോഗ്രാമിംഗ് ആയിരുന്നു. എന്നാൽ ഈ വർഷത്തെ IFFK സിനിമയുടെ ആഘോഷത്തിനൊപ്പം സ്വതന്ത്രതയെക്കുറിച്ചുള്ള ഒരു വലിയ ചർച്ചയ്ക്കും സാക്ഷിയായി. ചില സിനിമകൾക്ക് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പ്രദർശനാനുമതി നിഷേധിച്ചതാണ് ഫെസ്റ്റിവൽ വേദിയിലും പുറത്തും ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയാക്കിയത്. സിനിമകൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്ന സമീപനം കലാസ്വാതന്ത്ര്യത്തിനുള്ള ഭീഷണിയാണെന്ന് സംവിധായകരും സിനിമാ പ്രേമികളും തുറന്നടിച്ചു. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വ്യക്തമായ നിലപാട് സ്വീകരിച്ചു. സിനിമാ ഉത്സവങ്ങൾ വാണിജ്യ പ്രദർശനങ്ങളല്ലെന്നും അവ ചർച്ചയ്ക്കും സംവാദത്തിനും സിനിമയെ അവതരിപ്പിക്കുന്ന വേദികളാണെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. സെൻസർഷിപ്പിനെതിരെ കലാസ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കുമെന്നും IFFK പോലെയുള്ള ഫെസ്റ്റിവലുകളിൽ സിനിമകളെ തടയുന്ന നടപടികൾ ആശങ്കാജനകമാണെന്നും സർക്കാർ പ്രതികരിച്ചു. സംസ്ഥാനത്തിന്റെ ഈ നിലപാട് IFFKയെ വെറുമൊരു സിനിമാ ഉത്സവമല്ല, ഒരാശയ പോരാട്ട വേദിയായി കൂടി ഉയർത്തി. മാസ്റ്റർ ക്ലാസുകളും ഓപ്പൺ ഫോറമുകളും ക്വസ്റ്റ്യൻ സെക്ഷനുകളും വഴി സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങി. യുവ സിനിമാ പ്രേക്ഷകരുടെയും വിദ്യാർത്ഥികളുടെയും വലിയ പങ്കാളിത്തം IFFKയുടെ സാംസ്കാരിക പ്രസക്തി ഒന്നുകൂടി കെട്ടുറപ്പിച്ചു. 30 വർഷങ്ങൾക്കിപ്പുറം IFFK ഇന്നും മാറിയിട്ടില്ല. സിനിമയെ മാത്രം വിശ്വസിക്കുന്ന ഒരു ഉത്സവമായി അത് നിലകൊള്ളുന്നു. IFFK വെറുമൊരു ഫെസ്റ്റിവലല്ല, ഒരു സംസ്കാരമാണ്, ചിന്തയാണ്, പ്രതിരോധമാണ്. 30ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം കേരളം വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചു. ലോക സിനിമയ്ക്ക് കേരളം എപ്പോഴും ഒരു സ്വതന്ത്ര വേദിയാണ്.